ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാനൊരു അടിപൊളി പുഡിങ്ങാണ് കേട്ടോ അവിടെ ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. നല്ല ടേസ്റ്റാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മൾ വായിലൊക്കെ ഇട്ട് അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് സോഫ്റ്റായിട്ട് പുഡിങ്ങാണ് കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, അത്രയും സോഫ്റ്റായ പുഡിങ്ങാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത്. അത് നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാരമലൈസ് ചെയ്ത ഒരു പുഡിങ്. പക്ഷേ രണ്ടും വെറൈറ്റിയാണ് കേട്ടോ. രണ്ടും വ്യത്യസ്ത രൂപത്തിൽ രണ്ടെണ്ണമാണ് ഇട്ടത്. രണ്ടും വെറൈറ്റി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യുക കേട്ടോ. അതിനായിട്ട് കുറച്ചൊരു 1/4 കപ്പ് പഞ്ചസാര ഈ പാനിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഒരു എന്തെങ്കിലും തവിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതുപോലെ ഒന്ന് ഇളക്കിക്കെടുത്ത് കുറച്ച് നേരം ഒന്ന് നന്നായി തിളക്കിട്ടെ. അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് തവി എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെറുതെ ഇങ്ങനെ ഇളക്കാതെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ സൈഡിൽ നിന്ന് ഈ പഞ്ചസാരേൻ്റെ നിറമൊക്കെ മാറിയിട്ട് നല്ല ബ്രൗൺ നിറത്തിലായി വരുന്നതായി കാണാം. അപ്പോഴേക്ക് നമുക്ക് ഒരു ഇത് വെച്ച് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മൾ ഈ പഞ്ചസാര മുഴുവൻ മെൽറ്റായിട്ട് ഈ ബ്രൗൺ നിറത്തിലാവുന്നതായി കാണാം. കുറേ നേരം ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് നല്ല സ്പീഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാര കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായി ശ്രദ്ധിക്കണം അങ്ങനെ കാരമലൈസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ എല്ലാം അലിഞ്ഞിട്ട് ഇതുപോലെ നല്ല ബ്രൗൺ നിറത്തിലായിട്ടുണ്ട് കേട്ടോ. കണ്ട, നല്ല ബ്രൗൺ നിറത്തിലാവണം, പക്ഷേ കരിയും ചെയ്യരുത്. അപ്പോൾ ഗ്യാസ് വളരെ സിമ്മിലാക്കാൻ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഒരു നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാനൊരു പാത്രം എടുത്ത് വെക്കണം. ഏത് പാത്രമാണോ, ഏത് പാത്രമായാലും കുഴപ്പമില്ല. അതിലേക്ക് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട്, താഴെ ഭാഗമല്ല കംപ്ലീറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യണം. കാരണം നമുക്ക് ഇനി അതിലേക്ക് കുറേ ഇങ്ങനെ ഓരോ കാര്യം മിക്സ് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരുവിധം നന്നായിട്ടൊന്ന് നമ്മൾ ബട്ടറോ ഗീയോ എന്തെങ്കിലും നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ പാത്രം ഒന്ന് അങ്ങനെ ഒന്ന് വട്ടം ചുറ്റി വെക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എടുത്ത സ്പാച്ചുലയോ സ്പൂണോ വെച്ചിട്ടൊന്ന് ഇതുപോലെ എല്ലാ സൈഡിലും ആക്കത്തക്ക വിധത്തിലൊന്ന് ഞാനിതുപോലെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അത് എത്തണം കേട്ടോ. ഈ ആ വട്ടത്തിൻ്റെ താഴെ എല്ലാ വട്ടം ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് കവർ ചെയ്ത് നിൽക്കണം. അതിനായിട്ട് നിങ്ങൾ റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ മെല്ലെ മെല്ലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് റെഡിയാക്കിയാൽ നമുക്കിതൊന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി മിക്സ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കാരമലൈസ് ചെയ്ത് റെഡിയാക്കി ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡാണ് വേണ്ടത്. 3 പീസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ കട്ട് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് അടിച്ചെടുക്കേണ്ടതാണ്, അതുകൊണ്ട് എങ്ങനെ കട്ട് ചെയ്തിട്ട് കുഴപ്പമില്ല കേട്ടോ. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ബൗളിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ഈ ബ്രെഡൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഞാനൊരു വേറെ ബൗൾ എടുത്തിട്ട് ഞാൻ 3 കോഴിമുട്ടയാണ് എടുത്തത്. ആ കോഴിമുട്ട ഒന്ന് ഇതിലേക്ക് ഉടച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അത് നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വലിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ക്വാണ്ടിറ്റി എടുത്തോളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എല്ലാ സാധനവും കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ 3 മുട്ടയിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറവാണെങ്കിൽ കുറവ് മതി, കൂടുതലാണെങ്കിൽ കൂടുതൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ 4 സ്പൂണിൽ നിന്ന് കുറേ നല്ല മധുരം ഉണ്ടാവും. പിന്നെ ഒരു 1/2 സ്പൂണിൽ മേലെ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ മുട്ടേൻ്റെ പച്ച ടേസ്റ്റൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് ഇതിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും കോഴിമുട്ടേൻ്റെ ഒരു വല്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ടാവുമെന്ന്, പക്ഷെ അതിൻ്റെ ടേസ്റ്റൊന്നും ഇതിലുണ്ടാവില്ല. അത് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് 2 കപ്പ് പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാലിൽ ബ്രെഡൊക്കെ ഒന്ന് കിടന്നിട്ട് ഒന്ന് കുതിർക്കട്ടെ. നിങ്ങൾക്ക് ബ്രെഡ് കുറച്ചും കൂടി വേണമെങ്കിൽ ഒരു 4 പീസ് 5 പീസൊക്കെ ബ്രെഡ് എടുക്കാം കേട്ടോ. ഞാനിവിടെ 3 പീസ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 പീസൊക്കെ ബ്രെഡ് എടുക്കാം. അങ്ങനെ അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുതിർന്നോട്ടെ.
അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മൾ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചാൽ നമുക്ക് പുഡിങ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അത് ഞാൻ ഇതൊക്കെ ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഇതിലേക്ക് എല്ലാം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിൽ നല്ല സ്മൂത്തായിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മിക്സിയിലെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ അടിച്ചെടുക്കാൻ പോകാം. അതിൻ്റെ മുന്നായിട്ട് ഈ ബീറ്റ് ചെയ്ത മുട്ട ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്കാണ് ഞാനിത് ഈ അടിച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മുട്ടേൻ്റെ മിക്സിലേക്ക് ഇത് നമ്മുടെ ബ്രെഡും പാലും കൂടി കുതിർത്തത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഈ മുട്ടേൻ്റെ മിക്സിലേക്ക് ഒഴിച്ചിട്ട് ഇത് രണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. രണ്ടും കൂടി ഒരേപോലെ നന്നായി മിക്സ് ആവണം. അതുകൊണ്ട് നന്ന സ്പൂൺ വെച്ചിട്ടൊന്ന് സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. ഇനി വേറെ ഒന്നും പണിയില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മധുരമൊക്കെ നോക്കാം. മധുരം ആവശ്യത്തിന് വേണമെങ്കിൽ മധുരം കൂട്ടേ ഒക്കെ ചെയ്യാം കേട്ടോ. കുറച്ച് വേണമെങ്കിൽ ഒരു സ്പൂണും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നമ്മളിതെടുത്തിട്ട് ഒന്നും കൂടി മിക്സിയിൽ വേണമെങ്കിൽ അടിച്ചിട്ട് ഇതിലേക്ക് പാരാട്ടോ. മധുരം വളരെ കുറവാണെങ്കിൽ മധുരം ഇപ്പോൾ കറക്റ്റാണ്. ഇനി നമ്മൾ ഈ പഞ്ചസാരയുടെ കാരമലൈസ് ചെയ്ത ഇതുണ്ടല്ലോ, ആ പാത്രത്തിലേക്ക് നമ്മൾ ബേക്കല്ല പുഡിങ് ഉണ്ടാക്കാനുള്ള പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിലേക്ക് ഞാൻ ഇതെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അടുപ്പത്തേക്ക് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ല ചൂട് വെള്ളം വരുമ്പോൾ നമുക്ക് ആവിക്ക് വയ്ക്കാം. ഒന്നുകിൽ ഇഡ്ഡലി ചെമ്പോ എന്തെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ സാധാരണ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് ഒരു റിങ് വെച്ചിട്ട് ഈ പാത്രം ഒന്ന് ഇറക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. അങ്ങനെ ഏകദേശം കുറച്ച് നേരമായിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 മണിക്കൂറിലും കൂടുതലായിട്ടുണ്ട്. ഒരു 15 മിനിറ്റിൽ കൂടുതലായപ്പോഴേക്ക് ഇത് കണ്ട മുട്ടയൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്യാസ് ഇങ്ങനെ ആ മൂടി കൊണ്ട് തുറക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് താഴും. അത് കോഴിമുട്ട ആയതുകൊണ്ട് ഒന്ന് താന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് കുത്തി നോക്കാം കേട്ടോ. ടൂത്ത് പിക്കോ ഒരു കത്തീൻ്റെ എന്തെങ്കിലും നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് വെന്തതെന്ന് തോന്നിയാൽ നമുക്കിതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിൽ എടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക, നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതുമില്ല, പഞ്ചസാര നല്ല കാരമലൈസ് ചെയ്തുകൊണ്ട് നല്ല ചൂടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇതൊന്ന് മാറ്റി പുറത്തേക്ക് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ല കളറാണിത്. ഒരു മുട്ടേൻ്റെ മഞ്ഞ കളർ ഉണ്ടല്ലോ, അങ്ങനെ തണുക്കുമ്പോഴേക്കും നല്ലൊരു കളറായി വരും. എന്നിട്ട് സൈഡൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതുപോലെ വിടുത്തി കൊടുക്കണേ. ഓട്ടോമാറ്റിക്കായിട്ട് വിട്ട് വരും. എന്നാലും ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ടൊന്നിങ്ങനെ അടർത്തി കൊടുത്തിട്ട് നമ്മളൊന്ന് പ്ലേറ്റിലേക്കൊന്ന് കമിഴ്ത്തിയിടണേ. കമിഴ്ത്തിയിടുമ്പോഴേക്ക് നമുക്കതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ താന്ന് വരുന്നതായി കാണാം കേട്ടോ. കണ്ട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ കത്തി കൊണ്ട് മുറിച്ച സമയത്ത് ഒരു സൈഡ് ഇങ്ങനെ ഒരു ചെറിയ കട്ടിങ് പോലെ വന്നിട്ടുണ്ട്. അതൊന്ന് മാറ്റി കൊടുത്തിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് ഇതിന്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. കത്തി ഇങ്ങനെ മുറിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോഴേക്കും നമുക്കിങ്ങനെ പോകുന്നതായിട്ട് കാണാം. നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. നമ്മളെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. മുട്ടേൻ്റെ ആ പച്ച ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. നല്ല വാനില ടേസ്റ്റാണ്, വാനിലേൻ്റെ ആ ഒരു ഫ്ലേവർ ടേസ്റ്റാണ്. പിന്നെ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പിക്കുക. ഒന്ന് തണുത്ത് പുഡിങ് കഴിക്കുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഇതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തണുത്തിട്ട് കഴിക്കുമ്പോൾ. ഇതിപ്പോൾ ഞാൻ തണുപ്പിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾ തണുത്ത് കഴിക്കുന്ന നല്ല ടേസ്റ്റ്. ഇത് ഞാൻ തണുക്കുന്നതിന് മുന്നേ കട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ നോക്കി നോക്കും, ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. ശരിക്കും പറയണത് കഴിച്ചാലും അത്രയും മതി വരില്ല, അത്രയും നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ, കുട്ടികൾക്കൊക്കെ പുഡിങ്ങൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അവരിത് ഇരുന്ന് കഴിച്ചോളും. ഇതുപോലെ സ്പൂൺ വെച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അത് പെട്ടെന്ന് തന്നെ നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇതും കാരമലൈസ് ചെയ്ത പുഡിങ്ങാണ്. ഞാനിതിൻ്റെ മുന്നേ ഇട്ടതും കാരമലൈസ് ചെയ്ത പുഡിങ്ങാണ്. പക്ഷേ രണ്ടും കുറച്ച് വ്യത്യസ്ത രീതിയിലാണ്. വ്യത്യസ്ത രീതി മാത്രമല്ല, ടേസ്റ്റും വ്യത്യസ്ത രീതിയിൽ തന്നെയാണ് ടേസ്റ്റ് കേട്ടോ. ഇത് 2 മുട്ടേൻ്റെ യാതൊരു ടേസ്റ്റും ഇല്ലാത്ത ഒരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ
എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. നല്ല ഭംഗിയാണ് കാണാൻ, സൂപ്പർ ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. ഇനി അടുത്ത വീഡിയോയിൽ അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം.